Good morning. Introductory Economics അതിലെ മൊഡ്യൂൾ 4 ഇന്ത്യ ആസ് എ ഡെവലപ്പിംഗ് ഇക്കോണമി അതിലെ പാർട്ട് 3 ആണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ ആദ്യത്തെ രണ്ട് പാർട്ടുകളിലായിട്ട് നമ്മൾ എന്താണ് ഡെവലപ്പിംഗ് ഇക്കോണമി, ഇന്ത്യ എങ്ങനെയാണ് ഡെവലപ്പിംഗ് ഇക്കോണമി ആയിട്ട് തുടരുന്നത്, അതുപോലെ തന്നെ ഈ ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നതായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞ 3 പ്രശ്നങ്ങളാണ് ഇന്ത്യൻ ഇക്കോണമി നേരിടുന്നത്. അതിലെ ഒന്നാമത്തെ പ്രശ്നമായിട്ടുള്ള പോവർട്ടി ആയിരുന്നു കഴിഞ്ഞ സെക്കൻഡ് പാർട്ടിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് പാർട്ടിൽ അതായത് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അതായത് പ്രധാനമായിട്ടും 3 പ്രശ്നങ്ങളാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്നത്. അതിൽ ഫസ്റ്റ് വൺ പോവർട്ടിയാണ്, അതായത് ദാരിദ്ര്യം എന്ന് പറയും. ദെൻ രണ്ടാമതായിട്ട് അൺഎംപ്ലോയ്മെൻ്റ് ആണ്, തൊഴിലില്ലായ്മയാണ്. അതേപോലെ തന്നെ അസമത്വം അല്ലെങ്കിൽ ഇനീക്വാളിറ്റി. ഈ 3 പ്രശ്നങ്ങളാണ് ഇന്ത്യൻ ഇക്കോണമി നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. അതിൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, ദാരിദ്ര്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ പോവർട്ടി എന്താണ്, പോവർട്ടി ലൈൻ എന്താണ്, അതിൽ അബ്സല്യൂട്ട് പോവർട്ടി എന്താണ്, ദെൻ ഈ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസുകൾ, റെമഡിയൽ മെഷേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന സിറ്റുവേഷനാണ്. എന്താണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് തൊഴിലില്ലായ്മ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ ഇല്ലാത്ത ആളുകൾ, അതായത് നമുക്കവിടെ വർക്ക് ഫോഴ്സ് എന്ന് പറയാം. വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 വയസ്സിന് മുകളിലും 60 വയസ്സിന് താഴെയുള്ള ആളുകളെയാണ് നമ്മൾ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിൽ തൊഴിലെടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ, അവർക്ക് തൊഴിലില്ലാത്ത അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ ആളുകൾക്ക് തൊഴിലില്ലാതിരിക്കുന്നത് തന്നെയാണ്. അത് കാണിക്കുന്നത് ആ രാജ്യത്തിൻ്റെ വികസനത്തെയാണ്. കാരണം ഒരു ഡെവലപ്ഡ് കൺട്രിക്കകത്ത് തൊഴിലില്ലായ്മ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവില്ല. കാരണം അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ടെർഷ്യറി സെക്ടറുകളും അഗ്രികൾച്ചർ സെക്ടറും ഒക്കെ ധാരാളമുള്ള സ്ഥിതിക്ക് തന്നെ ആളുകൾക്ക് കൂടുതലായിട്ട് ആരാണോ ജോബ് സീക്ക് ചെയ്യുന്നത് അവർക്കൊക്കെ എന്തുണ്ടായിരിക്കും, അവിടെ ജോലിയുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. ഇനി അതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ തന്നെയാണ് അല്ലെങ്കിൽ വികസനത്തെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഉള്ള ജനങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള ജനസംഖ്യ, അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര ആളുകൾക്ക് അവിടെ തൊഴിലില്ലായ്മയുണ്ട് അല്ലെങ്കിൽ എത്ര ആളുകൾക്ക് അവിടെ ജോബ് കിട്ടിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്നൊക്കെ പറയാറുള്ളത്. ഈ തൊഴിൽ ഇല്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് ആളുകളുടെ പ്രശ്നമല്ല അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നമല്ല യഥാർത്ഥത്തിലുള്ളത്. യഥാർത്ഥത്തിൽ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ഇക്കോണമിയുടെ പ്രോബ്ലമാണ്. ആ ഇക്കോണമിക്കകത്ത് അവർക്കുള്ള ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളില്ലാത്തത് കൊണ്ടാണ് അവിടെ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്കതിനെ പറയാൻ പറ്റുന്നത്, ഒരു വ്യക്തി ആ ജോലി എടുക്കാൻ തയ്യാറാവുകയും പക്ഷേ അദ്ദേഹത്തിന് ജോലി ഇല്ലാത്തൊരു സിറ്റുവേഷനും വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. ഈ തൊഴിലില്ലായ്മ എന്ന് പറയുമ്പം അവിടെ നമ്മൾ 2 ടേമുകൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്, ലേബർ ഫോഴ്സും അതേപോലെ തന്നെ വർക്ക് ഫോഴ്സും. ലേബർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്കോണമിക്കകത്ത് ജോലി ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത്. അതേ സമയത്ത് വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഇക്കോണമിയിൽ ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള 15-ൻ്റെയും അതേപോലെ തന്നെ 60 വയസ്സിൻ്റെയും ഇടയിലുള്ള ആളുകളെയാണ് നമ്മൾ എന്താ പറയുക, വർക്ക് ഫോഴ്സ് എന്ന് പറയും. ഈ വർക്ക് ഫോഴ്സിനകത്ത് എത്ര ആളുകളാണ് ലേബർ ഫോഴ്സിനകത്ത് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. വർക്ക് ഫോഴ്സിൻ്റെ 100% ലേബർ ഫോഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പറയാം ആ ഇക്കോണമിയിൽ 100% എംപ്ലോയ്മെൻറ്റ് റേറ്റ് ഉണ്ട് എന്ന് പറയാം. അതേ സമയത്ത് ഈ വർക്ക് ഫോഴ്സിൻ്റെ പകുതി മാത്രമോ അല്ലെങ്കിൽ 1/4 ഭാഗം മാത്രമേ ഈ ലേബർ ഫോഴ്സ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് പറയാൻ പറ്റും. സോ ആ ഒരു ടേം നമ്മൾ മനസ്സിലാക്കി വെക്കണം, വർക്ക് ഫോഴ്സും അതേപോലെ തന്നെ ലേബർ ഫോഴ്സ് എന്നുള്ള 2 ടേമുകൾ. നമ്മളവിടെ ഈ ഒരു ഏജ് കാറ്റഗറി എടുക്കുന്നത് 15 വയസ്സിന് താഴെയുള്ള കുട്ടികളായിട്ടാണ് പരിഗണിക്കുന്നത്. അതേപോലെ തന്നെ 60 വയസ്സിന് മുകളിൽ മുതിർന്നവരായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ അതിനിടയിലുള്ള ആളുകളാണ് നമ്മൾ ഈ ഒരു വർക്ക് ഫോഴ്സിനകത്ത് ഉൾപ്പെടുന്നത്. ഈ വർക്ക് ഫോഴ്സിലുള്ള ആളുകൾക്ക് എത്രത്തോളം അതിൽ തൊഴിലെടുക്കാൻ എബിലിറ്റി ഉള്ള ആളുകളുണ്ട്, അതിൽ എത്രത്തോളം ആളുകൾക്ക് അവിടെ തൊഴിൽ ഉണ്ട് എന്നുള്ളതിനെയാണ് നമ്മളവിടെ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ അളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഈ തൊഴിലില്ലായ്മ തന്നെ പല തരത്തിലുണ്ട്. ചില ആളുകൾക്ക് തൊഴിലുണ്ടായിട്ട് പോലും തൊഴിലില്ലായ്മയിൽ നമ്മൾ പരിഗണിക്കാറുണ്ട്. അതെങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ വളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ സ്വമേധയാണ് നമ്മൾ എന്ത് ചെയ്യണം, തൊഴിലില്ലായ്മ. നമുക്കവിടെ ജോലിയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്, പക്ഷേ തൊഴിലിന് പോകാതിരുന്നത് കൊണ്ട് മാത്രം തൊഴിലില്ലായ്മ, അങ്ങനെ ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമ്മുടെ
ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ജോലിക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതേ സമയത്ത് ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടി പക്ഷേ നമുക്ക് ജോലി ലഭിക്കാത്ത ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. രണ്ട് ടേമായിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാം. വളണ്ടറി എന്ന് പറഞ്ഞാൽ ജോലി കിട്ടാൻ അവസരം ഉണ്ടായിട്ട് കൂടി ജോലിക്ക് പോകാത്തതിനെ വളണ്ടറി എന്നുള്ളതും, ഇനി നമുക്ക് ക്വാളിഫിക്കേഷനും ജോലിക്ക് പോകാൻ താല്പര്യവും ഉണ്ടായിട്ട് പക്ഷേ ജോലി ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതേ സമയത്ത് നാച്ചുറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് നിശ്ചിത തോതിലുള്ള തൊഴിലില്ലായ്മ, അതായത് ഇടക്കാലത്തും ചില സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ജോലി കിട്ടുകയാണ്. അതായത് ചില ദിവസങ്ങളിൽ നമുക്ക് തൊഴിലുണ്ടാവും, ചില ദിവസങ്ങളിൽ തൊഴിലുണ്ടാവില്ല. അതിനെയാണ് നമ്മൾ നാച്ചുറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ട് കൂലിപ്പണിക്കാരൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ അവർക്ക് എല്ലാ ദിവസവും ചിലപ്പോൾ ജോലി ഉണ്ടായിക്കോണം എന്നില്ല. ചില ദിവസങ്ങളിൽ അവർക്ക് ജോലി ഉണ്ടായിരിക്കും, ചില ദിവസങ്ങളിൽ അവർക്ക് ജോലി ചെയ്യാൻ തയ്യാറായിട്ട് കൂടി പക്ഷേ അവർക്ക് തൊഴിലില്ലാത്ത സിറ്റുവേഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, നാച്ചുറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് ആണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇക്കോണമിയുടെ ഡ്രോബാക്ക് മൂലം അല്ലെങ്കിൽ ഒരു ഇക്കോണമിയുടെ നെഗറ്റീവ് മൂലം അവിടെ അതായത് ഇക്കോണമി എന്ത് ചെയ്യണം, വളർച്ചയില്ലാത്തത് കൊണ്ട്, അതേപോലെ തന്നെ അവിടെ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനമോ ഇല്ലാത്തൊരു ഇക്കോണമിയുടെ പ്രശ്നം കൊണ്ട് ഒരാൾക്ക് തൊഴിലില്ലായ്മ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചറിൻ്റെ, അതായത് ഒരു ഇക്കോണമിയുടെ പ്രോബ്ലം കൊണ്ട് എന്ത് ചെയ്യണം, അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് വരികയാണ്. ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡിസ്കൗസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ജോലി എന്ത് ചെയ്യാണ്, ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ജോലിക്ക് ശരിക്കും യഥാർത്ഥത്തിൽ 100 ആളുകൾ മാത്രമേ ആവശ്യമുള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷേ അവിടെ 120 ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ആവശ്യത്തിലധികം എന്ത് ചെയ്യാണ്, ജോലിക്കാരുണ്ട്. അപ്പോൾ അവിടെ 20ഓളം ആളുകൾ വെറുതെ ഇരിക്കുകയാണ്. അത് കംപ്ലീറ്റ്ലി ചിലപ്പോൾ വെറുതെ ഇരിക്കാതിരിക്കില്ല, ആ ജോലി ചെയ്ത് തീർക്കാൻ യഥാർത്ഥത്തിൽ ശരിക്കും എത്ര ആളുകളെ ആവശ്യമുള്ളൂ, 100 ആളുകളെ മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ അവിടെ അതിൽ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യാണ്, ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്കവിടെ കാണാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, 20 ആളുകൾക്ക് തൊഴിലില്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. അതായത് എത്രയാണോ ആളുകൾ ആവശ്യമുള്ളത് അതിലേക്കാൾ ആളുകൾ വരികയും ആ ജോലി ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അവിടെ നമുക്കൊരു കാണാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ആളുകൾ വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ അവർക്കൊരു ഐഡിയൽ ടൈം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻറ്റിനെയാണ് നമ്മൾ ഡിസ്കൗസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അണ്ടർ എംപ്ലോയ്മെൻ്റ് ആണ്. അണ്ടർ എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ ജോലി ഉണ്ട്, പക്ഷേ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി ഇല്ലാത്ത. ഇപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ ഒരു വ്യക്തി അദ്ദേഹം സാധാരണയായിട്ടുള്ള ഒരു കൂലിപ്പണിക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം അണ്ടർ എംപ്ലോയിഡ് ആണ്. കാരണം അദ്ദേഹം മറ്റുള്ള ഉയർന്ന ജോലികൾക്ക് അയാൾ എന്താണ്, ക്വാളിഫൈഡ് ആണെങ്കിൽ കൂടി പക്ഷേ അയാൾ എടുക്കുന്ന എന്താണ്, തീരെ അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി എടുക്കുന്നില്ലെങ്കിൽ അതിന് നമുക്ക് അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ ഒരു വ്യക്തി അദ്ദേഹം ഒരു ദിവസത്തിൽ 1500 രൂപയുടെ ജോലി എടുക്കാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്, പക്ഷേ അയാൾക്ക് ആകെ ദിവസം 500 രൂപയുടെ ജോലി മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അദ്ദേഹം അണ്ടർ എംപ്ലോയിഡ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കൃത്യമായിട്ട് പറയാം. അതായത് നമ്മുടെ ആ ഒരു വ്യക്തികളുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ജോലി ലഭിക്കാത്ത ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജോലിക്ക് താല്പര്യമുണ്ട്, അതിനനുസരിച്ചുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യണം, അവിടെ ജോലി ലഭിക്കാത്ത ആ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, അവിടെ ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് ആണ്. അതായത് കാലാവസ്ഥക്കനുസരിച്ചൊക്കെ ചില ആളുകൾക്ക് തൊഴിലില്ലായ്മ വരാറുണ്ട്. ഇപ്പോൾ നമുക്ക് ചില ആളുകൾ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അവർക്കൊരു സീസണിൽ മാത്രമേ ചിലപ്പോൾ എന്തുണ്ടാവുള്ളൂ, ജോലി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചില പ്രോഡക്റ്റുകൾ സീസണലി മാത്രം വിറ്റുപോകുന്ന പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ അവർക്ക് ജോലി ഉണ്ടാവുക ആ ഒരു സീസണിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ജോലി ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സമയം എന്തായിരിക്കും, അവർ വെറുതെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അൺഎംപ്ലോയ്മെൻറ്റിനാണ് നമ്മൾ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന് നമുക്ക് പല രീതിയിൽ അതിനെ നമുക്ക് പറയാൻ പറ്റും. അവിടെ ബൂം പീരീഡ് ഉണ്ടായിരിക്കും. ഒരു ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കണ്ടീഷനാണ് നമ്മൾ ബൂം പീരീഡ് എന്ന് പറയും. അതേപോലെ തന്നെ ഡിപ്രഷൻ പീരീഡ് എന്ന് പറയും, ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കണ്ടീഷനാണ്. അതേപോലെ തന്നെ റിസഷൻ എന്ന് പറയും, അല്ലെങ്കിൽ റിക്കവറി പീരീഡ്. അങ്ങനെ പല തരത്തിലുള്ള പീരീഡുകളായിട്ട് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ബിസിനസ് സെക്ടറിന് നമ്മൾ ഒരു സൈക്കിളായിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതിൽ ഡിപ്രഷൻ പീരീഡ് വരുന്ന സമയത്ത്, ഒരു നെഗറ്റീവ് കണ്ടീഷൻ വരുന്ന സമയത്ത് കുറേ ആളുകൾക്ക് ഈ ഒരു
സെക്ടറിൽ നിന്ന്, ഇൻഡസ്ട്രിയൽ സെക്ടർ ആയിക്കോട്ടെ, ടെർഷ്യറി സെക്ടർ ആയിക്കോട്ടെ, ഏതാണോ സെക്ടർ, ആ സെക്ടറിനകത്ത് നിന്ന് ജോലി നഷ്ടപ്പെടും. ഇപ്പോൾ നമുക്കറിയാം കൊറോണ വന്ന സമയത്ത് ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് കുറേ ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു മാർക്കറ്റിനകത്ത് നെഗറ്റീവ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യുകയാണ്, കുറേ ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അവിടെ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അതായത് പുതിയ സാങ്കേതിക വിദ്യകളുടെ അല്ലെങ്കിൽ അപ്ഡേഷൻ വരുന്നതിനനുസരിച്ച് തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, അവിടെ ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയാം. നമുക്കറിയാം ഇപ്പോൾ പുതുതായിട്ട് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്ന സമയമാണ്. ആ സമയത്ത് കുറേ ആളുകൾക്ക് എന്ത് ചെയ്യും, തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അവിടെ തൊഴിലിൻ്റെ ഓപ്പർച്യൂണിറ്റിയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുതിയ ടെക്നോളജീസ് വരുന്ന സമയത്ത്, പുതിയ മെഷീനറീസ് വരുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, അവിടെ കുറേ ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടും. നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ ട്രാക്ടറൊക്കെ വന്ന സമയത്ത് ഇപ്പോൾ കുറേ തൊഴിലാളികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായി, ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടെക്നോളജിക്കലി അഡ്വാൻസ്മെൻറ്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, അവിടെ ജോലി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജോലിയിൽ നിന്ന് വേറൊരു ജോലിയിലേക്ക് മാറുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് വരികയാണ്, അതിനെ നമുക്ക് എന്താ പറയാം, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയും. ഇപ്പം ഒരു വ്യക്തി ഇതുവരെ നിലവിൽ ഇന്ന് വരെ ഒരു ജോലി എടുത്തു, ദെൻ അടുത്തൊരു ജോലിയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നതിൻ്റെ ഇടയിൽ അയാൾക്ക് തൊഴിലില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം തൊഴിലെടുക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണുള്ളത്. ഇനി ഇന്ത്യയിൽ ഈ അൺഎംപ്ലോയ്മെൻറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 3 രീതിയിൽ മെഷർ ചെയ്യാറുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് യൂഷ്വൽ സ്റ്റാറ്റസ് അൺഎംപ്ലോയ്മെൻറ്റ്, അല്ലെങ്കിൽ സാധാരണ നിലയിലുള്ള ഒരു അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ മെഷർമെൻ്റ് ആണ്. ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ് മെഷർ ചെയ്യുന്നത് 365 ഡേയ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ 365 ദിവസത്തിൽ മോർ ദാൻ 183 ഡേയ്സ് ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, അവിടെ തൊഴിലില്ലാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കുന്നത് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ്. നമ്മളിവിടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വർഷത്തിൽ പകുതിയോളം ദിവസങ്ങൾ അദ്ദേഹം തൊഴിലെടുക്കാൻ തയ്യാറായിട്ട് കൂടി പക്ഷേ അദ്ദേഹത്തിന് തൊഴിൽ കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ ഒരു അൺഎംപ്ലോയിഡ് പേഴ്സൺ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻ്റ് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പരിഗണിക്കുന്നത്. ദെൻ അതേപോലെ തന്നെ രണ്ടാമത്തെയാണ് കറണ്ട് വീക്ക്ലി സ്റ്റാറ്റസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ആഴ്ചയുടെ നിരക്കിൽ നമ്മൾ എംപ്ലോയ്മെൻറ്റിനെ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റിനെ മെഷർ ചെയ്യാറുണ്ട്. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ അദ്ദേഹം എത്ര മണിക്കൂറാണോ ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ളത് ആ മണിക്കൂറുകളിൽ എത്ര സമയമാണ് അദ്ദേഹം ജോലി ചെയ്തതെന്നും അതേപോലെ തന്നെ എത്ര മണിക്കൂറാണ് ജോലി ചെയ്യാതിരുന്നത് എന്നുള്ളതും അതിൻ്റെ ബേസിലാണ് നമ്മളവിടെ അൺഎംപ്ലോയ്മെൻറ്റ് പരിഗണിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ കറണ്ട് വീക്ക്ലി സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കറണ്ട് ഡെയിലി സ്റ്റാറ്റസ്, ഓരോ ദിവസത്തിൻ്റെയും ബേസിൽ ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറാണോ അദ്ദേഹം ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ളത് അതിൽ എത്ര മണിക്കൂറാണ് അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നത് എന്നുള്ളതിൻ്റെ ബേസിൽ അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് തീരുമാനിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അവിടെ കറണ്ട് ഡെയിലി സ്റ്റാറ്റസ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 3 രീതിയിലാണ്. ഒന്ന് വാർഷികമായിട്ടാണ് അവിടെ തീരുമാനിക്കുക, അതേപോലെ വീക്കിലി ബേസിസിലുണ്ട്, ഡെയിലി ബേസിസിലാണ്. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, അൺഎംപ്ലോയ്മെൻറ്റിനെ മെഷർ ചെയ്യാറുണ്ട്. ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തു അത് മനസ്സിലാക്കി വെക്കുക. ദെൻ അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. ജനസംഖ്യയിലുള്ളൊരു വർധനവ്, ഒരു പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ജനസംഖ്യയിലുള്ളൊരു വർധനവ് എന്തിനെ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇക്കോണമിയെ കൂടുതലായിട്ട് നയിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പോപ്പുലേഷനാണ്. കൂടുതൽ ജനസംഖ്യ ഉണ്ടാകുമ്പോൾ അവിടെ അത്രയും ആളുകൾക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു തൊഴിലുകൾ അല്ലെങ്കിൽ അത്രയും റിസോഴ്സ് അവിടെ ലഭ്യമായിരിക്കില്ല. സോ അത് അവിടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാം ഈ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇക്കോണമിയുടെ സ്ലോ ഗ്രോത്ത് ആണ്. ഇക്കോണമിയുടെ വളർച്ച ഒരു പിന്നെ ഇക്കോണമി നന്നായിട്ട് ഒരു ഡെവലപ്ഡ് കൺട്രി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു രാജ്യം നല്ല വളർച്ചയുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കാരണം ഈ വളർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടെ ഇൻഡസ്ട്രിയൽ സെക്ടറിലുള്ളതും അതേപോലെ തന്നെ ടെർഷ്യറി സെക്ടറിലുള്ളതും അതേപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടറിലുള്ളതൊക്കെ ഒരു വളർച്ചയാണ്. അപ്പോൾ ആ വളർച്ചയ്ക്കനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. സോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ആളുകൾക്ക് അവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. അപ്പോൾ എക്കണോമിയുടെ വളർച്ച അതിലൊരു സ്ലോ ഗ്രോത്ത് ആകുന്നൊരു കുറഞ്ഞ രീതിയിലുള്ള വളർച്ചയാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരിക്കും. ദെൻ അതേപോലെ തന്നെ സ്മോൾ സ്കെയിൽ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. ഈ സ്മോൾ സ്കെയിൽ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ് അതിലുള്ള ഒരു പിന്നെ നെഗറ്റീവ് സിറ്റുവേഷൻ, നമ്മൾ പിന്നെ ഒരു ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് നമ്മൾ ബിസിനസ് ഐഡിയൊക്കെ ആയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കിട്ടാതിരിക്കുക, ഇനി തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടാതിരിക്കുക, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടാതിരിക്കുക, അതൊക്കെ ഒരു അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് നയിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതേപോലെ തന്നെ ക്യാപിറ്റൽ ഫോർമേഷൻ, നമുക്ക്
ക്യാപിറ്റൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ബിസിനസ് ഐഡിയ ഉണ്ടാകുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഫണ്ട് കണ്ടെത്താൻ നമുക്ക് പറ്റാത്തത് നമുക്കൊരു ഒരു പ്രശ്നമാണ്. അൺഎംപ്ലോയ്മെൻ്റ് ഒരു സിറ്റുവേഷനായിട്ട് പറയാം. എല്ലാ ആളുകൾക്കും ചിലപ്പോൾ ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലി കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും സ്വയം തൊഴിലുകൾ അന്വേഷിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഫണ്ട് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ഫോർമേഷൻ നടത്താൻ നമ്മുടെ നാടുകളിൽ ക്യാപിറ്റൽ കിട്ടാനുള്ളൊരു പ്രശ്നം അത് ഈ അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് നയിക്കുന്നൊരു കാരണമാണ്. അതേപോലെ തന്നെ ഡിഫക്റ്റീവ് പ്ലാനിങ് ആണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നിന്നുള്ള ഒരു പ്ലാനിങ്, ആളുകൾക്ക് എത്രത്തോളം തൊഴിലുകൾ ഓരോ വർഷങ്ങളും സൃഷ്ടിക്കപ്പെടണം എന്നുള്ള രീതിയിൽ അവിടെ ഒരു ഡിഫക്റ്റീവായിട്ടുള്ള പ്ലാനിങ് നടക്കുന്നതുകൊണ്ട് തന്നെ, കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കൂടുതൽ ആളുകൾ അൺഎംപ്ലോയിഡ് ആയിട്ട് മാറാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്ലോ ഗ്രോത്ത് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ, അഗ്രികൾച്ചർ മേഖല നമുക്കറിയാം കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രികൾച്ചർ മേഖലയാണെങ്കിൽ കൂടി അതിലുള്ളൊരു വളർച്ച അല്ലെങ്കിൽ അതിൽ നിന്നുള്ളൊരു ഏണിങ്സ് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു മേഖലയിലുള്ള വളർച്ച വളരെ കുറവായതുകൊണ്ട് തന്നെ അതിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്നതിൽ കുറവുണ്ടായിരിക്കും. അതുമാത്രമല്ല അതിലുള്ള ആളുകൾക്ക് തന്നെ എല്ലാ സമയങ്ങളിലും ചിലപ്പോൾ തൊഴിലുണ്ടായിരിക്കും. ഈ അഗ്രികൾച്ചർ മേഖല എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് റെയിനി അല്ലെങ്കിൽ മഴയുള്ള സാഹചര്യങ്ങളാണ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അതിലുണ്ടാകുന്ന കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഇതിനെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിൽ ജോലി ചെയ്യുന്ന ആളുകളെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ്, രാജ്യത്തിൽ വരുന്ന അല്ലെങ്കിൽ രാജ്യാന്തര തലങ്ങളിൽ വരുന്ന അന്താരാഷ്ട്ര മേഖലകളിൽ വരുന്ന ഫിനാൻഷ്യൽ ക്രൈസിസ്, അവിടെ വരുന്ന സാമ്പത്തികമായിട്ടുള്ളൊരു മാന്ദ്യം, ഡിപ്രഷൻ പീരീഡാണ് എല്ലാ സമയത്തും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഈ ആഗോളതലത്തിൽ ഇപ്പോൾ നമ്മുടെ നാടുകളിൽ ജോലി ഇല്ലെങ്കിൽ കൂടി പുറമേയുള്ള രാജ്യങ്ങളിലൊക്കെ കുറേ ആളുകൾ പോയി തൊഴിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഗ്ലോബലി ഈ ക്രൈസിസ് വരുന്ന സമയത്ത് ഇവിടുന്ന് പുറത്ത് പോയി ഫോറിൻ കൺട്രീസിൽ പോയിട്ട് ജോലി ചെയ്യുന്ന ആളുകളിൽ കൂടി എന്ത് ചെയ്യും, അത് ബാധിക്കും. സോ അതും അൺഎംപ്ലോയ്മെൻറ്റിന്, ഇപ്പോൾ നമ്മുടെ നാടുകളിൽ ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാടുകളിൽ ചിലപ്പോൾ അവർക്ക് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റിക്കോളണമെന്നില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ആളുകൾ പുറമേയുള്ള രാജ്യങ്ങളൊക്കെ പോയിട്ട് ഏത് രാജ്യങ്ങളിലാണോ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന റിസോഴ്സസ് കുറവുള്ളത് അവിടെ പോയിട്ട് നമ്മൾ ജോലി ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് ഗ്ലോബലി ബാധിക്കുന്ന സമയത്ത് അത് എല്ലാ രാജ്യങ്ങളിലെയും ബാധിക്കും. സ്വാഭാവികമായിട്ടും അവിടെ പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്ന ആളുകളെ ബാധിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ സ്വദേശീവൽക്കരണം കാര്യങ്ങളൊക്കെ വരും. സോ അവിടെയും കുറേ തൊഴിൽ നഷ്ടപ്പെടാനുള്ള കാര്യമുണ്ട്. അതേപോലെ തന്നെ ഇല്ലിറ്ററസിയാണ്, കുറേ ആളുകൾക്ക് വിവരം, അതായത് അറിവില്ല, നോളജ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് കുറേ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാറുണ്ട്. അതേപോലെ തന്നെ ലാക്ക് ഓഫ് ട്രെയിനിങ് ഫെസിലിറ്റീസ്, ചില ആളുകൾക്ക് വിദ്യാഭ്യാസമൊക്കെ അവർക്ക് കൂടുതലായിരിക്കും, പക്ഷേ അത് കൃത്യമായിട്ട് ജോലിയിലേക്ക് അത് എത്തണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസുകളും കൃത്യമായിട്ടുള്ള അതിനുള്ള നോളജും കിട്ടണം. ഒരു പ്രാക്ടിക്കൽ നോളജ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ജോലി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അതിനുള്ള ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസുകളും അതേപോലെ തന്നെ ആവശ്യമായിട്ടുള്ള എക്സ്പേർട്ട് ഒപ്പീനിയൻസ് കിട്ടാത്തതിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് നയിക്കുന്ന പ്രശ്നങ്ങൾ. ദെൻ അതേപോലെ തന്നെ ഇതിനുള്ള റെമഡിയൽ മെഷേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഈ ഒരു പ്രോബ്ലംസ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് പറയാം എന്തൊക്കെയാണ് നമുക്കതിന് റെമഡിയൽ മെഷേഴ്സ് എടുക്കാൻ പറ്റുക, അൺഎംപ്ലോയ്മെൻറ്റിന് എതിരെ അല്ലെങ്കിൽ തൊഴിലില്ലായ്മയ്ക്കെതിരെ നമുക്ക് എടുക്കാൻ പറ്റുന്ന മെഷേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഇക്കോണമിയെ നല്ല രീതിയിൽ വളർച്ചയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് ഒരു ഇക്കോണമിയിലുള്ള ഇൻഡസ്ട്രിയൽ സെക്ടറായാലും അഗ്രികൾച്ചർ സെക്ടറായാലും ടെറിഷറി സെക്ടറായാലും എല്ലാ മേഖലകളിലുള്ള ഒരു വളർച്ച കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. അത് കൂടുതൽ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ കിട്ടുന്നതിനും ജോലി കിട്ടുന്നതിനുള്ള സാഹചര്യം ഒരുക്കും. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മോർ വർക്ക് ആൻഡ് ട്രെയിനിങ് സെൻറ്റേഴ്സ്, ഒരുപാട് തൊഴിൽ, ഇപ്പോൾ സാധാരണ തൊഴിലുകളാണെങ്കിലും അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള തൊഴിലുകളാണെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള വർക്കുകളും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് പ്രോഗ്രാംസുകളും കൊടുക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ആളുകൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് കാരണമാകും. ദെൻ അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് സ്മോൾ സ്കെയിൽ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, സ്മോൾ സ്കെയിലായിട്ടുള്ള ചെറുകിട വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് കൊടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്വയം തൊഴിൽ എന്നുള്ള സിറ്റുവേഷനിലേക്ക് വരും. ദെൻ ആ ഒരു ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് വളർന്നത് ഒരു നല്ല രീതിയിൽ എത്തുകയാണെങ്കിൽ അവിടെ ഒരുപാട് ആളുകൾക്ക് വീണ്ടും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. അതിൻ്റെ ഭാഗമായിട്ട് കുറേ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് സപ്ലയേഴ്സിൻ്റെയും അതേപോലെ തന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിക്കൊണ്ടും ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി പറ്റും. സോ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്. ദെൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം,
പ്രോഗ്രാംസ്, അതായത് കുറേ ആളുകൾക്ക് തൊഴിലുകൾ എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ്. ദാരിദ്ര്യത്തോട് കൂടിയിട്ട് ചില ആളുകൾക്ക് അത് തൊഴിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഈ പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാംസ് നടത്തി കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ ദാരിദ്ര്യം മാറുകയും അവർക്കതിന് പിന്നെ തൊഴിലെടുക്കാനുള്ളൊരു സ്കില്ലും അതുപോലെ തന്നെ അതിനുള്ള ആരോഗ്യം അവർക്ക് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, കുറേ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ദെൻ അതേപോലെ തന്നെ ലിബറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫിനാൻസ് ആൻഡ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ്, അതായത് ഈ ഫിനാൻസ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് സെൽഫ് ആയിട്ടുള്ള ചില സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സ്വയം തൊഴിൽ പദ്ധതികൾക്ക് വേണ്ടിയിട്ടും ഒക്കെ എന്ത് ചെയ്യുകയാണ്, ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക, ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കുകളും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ലിബറൽ ആയിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള പ്രോഗ്രാംസ് ഓഫർ ചെയ്യുക. അതേപോലെ തന്നെ ജോലികൾക്ക് ഇപ്പോൾ ഇന്ന തൊഴിലുകൾക്ക് ഇത്രയും ലോൺ കിട്ടും എന്നുള്ള ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ ചില ബാങ്കുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇന്ന തരത്തിലുള്ള ബിസിനസ് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് ഇത്ര രൂപ അവർക്ക് ലോണായിട്ട് കൊടുക്കാറുണ്ട്, അതിൻ്റെ തിരിച്ചടവ് ഇത്ര വർഷത്തിന് ശേഷം കൊടുത്താൽ മതി എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അവർ ആ ലോണുകൾ ഓഫർ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അതിലേക്ക് ഇൻട്രസ്റ്റഡ് ആകുക, അവർക്ക് സ്വയമായിട്ടൊരു തൊഴിൽ തുടങ്ങാൻ വേണ്ടിയിട്ടും അതിൽ കൂടുതൽ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള അവസരം ഉണ്ടായിരിക്കും. സോ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ തന്നെ. അതേപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മോർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലൂടെ തൊഴിൽ പിന്നെ വിദ്യാഭ്യാസ യോഗ്യതക്കനുസരിച്ചും അതേപോലെ തന്നെ സ്കില്ലിനനുസരിച്ചൊക്കെ തൊഴിൽ പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് ആരൊക്കെയാണോ പിന്നെ തൊഴിൽ ആവശ്യമുള്ള ആളുകൾ അവരുടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിന് ആരൊക്കെയാണോ തൊഴിലാളികൾ ആവശ്യമുള്ള അവരുടെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള പിന്നെ തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ അതൊരു പിന്നെ അതിനാണ് നമ്മൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത്. ഈ ചില നമുക്ക് പറയാം ഗവൺമെൻറ്റൊക്കെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ സ്കില്ലൊക്കെ അവിടെ ആ ഒരു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനനുസരിച്ച് നമ്മളവിടെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവിടെ വന്നിട്ട് ആളുകൾ എന്ത് ചെയ്യും, അവർക്ക് ആവശ്യമായിട്ടുള്ള തൊഴിലാളികൾ അവരവിടെ നിന്ന് പിക്ക് ചെയ്യും. സോ എന്ത് ചെയ്യും, അങ്ങനെ കുറേ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. അവരൊരു ലേബർ ബാങ്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്, വർക്ക് ഫോഴ്സ് ബാങ്ക് എന്ത് ചെയ്യണം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. സോ അത് കുറേ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് കാരണമാകും. സോ അതിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ്, ഈ ജനസംഖ്യാ വർധനവ് നിയന്ത്രിക്കുക എന്നുള്ളത് ഇതിലൊരു പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം ഈ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. സോ അത്രയും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് മോർ പബ്ലിക് വർക്ക് പ്രോഗ്രാംസ്, ആളുകൾക്ക് കൃത്യമായിട്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന തരത്തിലുള്ള വർക്ക് പ്രോഗ്രാംസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ ഇല്ലിറ്ററസി, നിരക്ഷരത കുറയ്ക്കുക എന്നുള്ളതാണ്. ആളുകൾക്ക് കൂടുതലായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുകയും തൊഴിലവസരങ്ങളിലേക്ക് വിദേശ രാജ്യങ്ങളിലായാലും സ്വദേശ രാജ്യങ്ങളിലായാലും തൊഴിലവസരങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ വൊക്കേഷണൽ ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, കൂടുതലായിട്ട് ആളുകളെ വൊക്കേഷണൽ തരത്തിലുള്ള അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള തരത്തിലുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ തരത്തിലുള്ള ജോലിയിലേക്ക് ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് റെമഡിയൽ മെഷേഴ്സായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോക്കൊക്കെ അത് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രശ്നമാണ് അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ പിന്നെ സീക്ക് ചെയ്യുന്ന ആളുകൾ, അതായത് തൊഴിൽ എടുക്കാൻ താല്പര്യമുണ്ടായിട്ട് പോലും തൊഴിലില്ലാത്ത അവസ്ഥയാണ് നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ പല തരത്തിലുള്ള ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് പറഞ്ഞു. ദെൻ ഈ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കോസസ്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ദെൻ അതിനുള്ള റെമഡിയൽ മെഷേഴ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്തത്. ബാക്കി നെക്സ്റ്റ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമായ ഇനീക്വാളിറ്റി എന്താണ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.